സംസ്ഥാനത്തെ IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. സസ്പെൻഷൻ പിൻവലിച്ചതോടെ തിരിച്ചെത്തിയ B. അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. N. പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, ഗുഡ് മോർണിംഗ്. IAS തലപ്പത്ത് മൊത്തത്തിൽ മാറ്റം വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ആ മാറ്റങ്ങൾ? ഗുഡ് മോർണിംഗ് ശ്രീജ. ഈ IAS തലപ്പത്തെ അഴിച്ചുപണി എന്ന് പറയുന്നത് ശരിക്കും UDF സർക്കാർ അവരുടെ മുഖം മിനുക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ മുഖം സർക്കാരിന് നൽകുന്നു എന്നതിനെയാണ് എന്ന നിലയ്ക്കാണ് നമുക്ക് ആ ഒരു സംഭവത്തെ വ്യാഖ്യാനിക്കേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് ഈ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആകർഷകമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് B. അശോകിന്റെയും ഒപ്പം തന്നെ N. പ്രശാന്തിന്റെയും നിയമനങ്ങൾ തന്നെയാണ്. അവർ സസ്പെൻഷനിലായിരുന്നു. പ്രശാന്ത് 3 വർഷത്തോളമായി സസ്പെൻഷനിൽ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. 9 സസ്പെൻഷനുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ സർവീസിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ലിസ്റ്റ് അനുസരിച്ച് പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് തന്നെ അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും B. അശോകാണ് ഉന്നത വിദ്യാഭ്യാസം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. എന്തായാലും തിരിച്ച് സർവീസിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഒരു മികച്ച അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇടത്ത് തന്നെയായിരിക്കും പോസ്റ്റിംഗ് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെയും ഒരു ധാരണ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. എന്തായാലും ഈ ഒരു സംഭവത്തിൽ വിമർശനങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനെതിരെ ഈ ലിസ്റ്റ് വന്നതിന് തൊട്ടു പിന്നാലെ SFI ആണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. B. അശോകിനെതിരെയാണ് അവർ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തെ നിയമിക്കുമ്പോൾ അത് BJP 3 MLA-മാരെ വെച്ച് സംസ്ഥാനം ഭരിക്കുന്നു, അതിന്റെ ഉദാഹരണമാണ് ഈ ഒരു നിയമനം എന്നുള്ളതായിരുന്നു SFIയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ആ നിലയ്ക്കാണ് അവർ ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നതും. ഒപ്പം തന്നെ B. അശോക് അദ്ദേഹം ഒരു BJP അനുയായിയാണ്, അല്ലെങ്കിൽ ആ നിലയ്ക്കാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നിലയ്ക്കാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ SFIയുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ മാറ്റി നിർത്തലുകൾ, നിരവധിയായിട്ടുള്ള നടപടികളൊക്കെ തന്നെ നേരിട്ട് 2 ഉദ്യോഗസ്ഥരെയാണ് ഈ പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ സർക്കാർ എടുത്തിട്ടുള്ള ആ തീരുമാനങ്ങളെ ഞങ്ങൾ തിരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് UDF സർക്കാർ ഈ ഒരു തീരുമാനങ്ങളും നയങ്ങളും വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. സർക്കാരിന്റെ ഒരു നയം കൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്ന IPS തലപ്പത്തെ അഴിച്ചുപണികൾ തന്നെയാണ്. IAS തലപ്പത്തെ അഴിച്ചുപണിക്ക് തൊട്ടു പിന്നാലെ തന്നെ IPS തലപ്പത്തും വളരെ വേഗം തന്നെ ഈ അഴിച്ചുപണികൾ ഉണ്ടാകും. അതിൽ പ്രധാനമായും ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വകുപ്പിന്റെ ചുമതലയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്നും പ്രധാനപ്പെട്ട ADGP ആയിട്ടുള്ള അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം മന്ത്രി തന്നെ നൽകുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളോടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ഈ സർക്കാരിനും ഉണ്ട്. നിരവധിയായിട്ടുള്ള വിമർശനാത്മകമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് IPS തലപ്പത്തെ അഴിച്ചുപണി തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീജ.